കർത്താവിൻ്റെ പരിശുദ്ധ നാമത്തിന് മഹത്വം. ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് ദൈവനാമത്തെക്കുറിച്ച് ദൈവം വെളിപ്പെടുത്തിയിട്ടുള്ള ചില കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കുകയാണ്. നമ്മളിന്ന് പ്രാരംഭമായിട്ട് നാമം എന്ന് പറയുന്നത് എന്താണ് എന്നുള്ളത് ചുരുക്കമായിട്ട് ഗ്രഹിക്കാം. എന്താണ് നാമം? നാമത്തിൻ്റെ ഉത്ഭവം എങ്ങനെയാണ്? നമുക്ക് മനുഷ്യർക്ക് ജനിക്കുമ്പോൾ പേര് പല വിധത്തിലുള്ള പേരുകളായിരിക്കും. എന്നാൽ പ്രായമാകുമ്പോഴേക്കും നല്ല പേരിട്ട മനുഷ്യൻ അബ്രഹാം എന്നൊക്കെ പേരിട്ടതിന് ശേഷം പ്രായമാകുമ്പോൾ അവിശ്വാസിയായിട്ട് ജീവിച്ച് മരിക്കുന്നുവെങ്കിൽ ആ നാമം അവന് യോഗ്യമല്ല. അതായത് മനുഷ്യൻ്റെ പ്രവൃത്തിയും നാമവും തമ്മിൽ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് നമുക്കതിൽ നിന്ന് കാണുന്നത്. അതുപോലെ തന്നെ ഒരു മനുഷ്യൻ കഴിവുള്ളവനാണെങ്കിൽ, ഒരു കലാകാരനാണെങ്കിൽ, ഒരു ചിത്രം വരയ്ക്കാൻ നല്ല കഴിവുള്ളൊരു മനുഷ്യനാണ്. ആ മനുഷ്യനെക്കുറിച്ച് ചില നാളുകൾക്കുള്ളിൽ ഒരു പേരുണ്ടായി വരുന്നു. അദ്ദേഹം ഒരു കലാകാരനാണ്. അദ്ദേഹത്തിനൊരു കലാകാരൻ എന്നുള്ള പേര് ലഭിക്കാനിടയായിട്ടുണ്ട്. മറ്റൊന്ന്, കഴിവൊന്നുമില്ല, കഴിവിനെ ആശ്രയിച്ചില്ല, കഴിവെല്ലാം പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല, അങ്ങനെ കാര്യങ്ങളൊന്നും സാധിച്ചില്ല, അങ്ങനെ ജീവിച്ചു പോകുന്നവരുണ്ട്. അങ്ങനെ ആ മനുഷ്യൻ്റെ ജീവിതത്തിൽ ആ മനുഷ്യൻ തന്നോട് തന്നെ വെറുപ്പുള്ളവനായി ജീവിക്കുന്ന മനുഷ്യരുണ്ട്. അവൻ പെട്ടെന്ന് ഏതെങ്കിലും കാര്യം കേട്ടുകഴിഞ്ഞാൽ ഉടനെ തന്നെ പ്രതികരിക്കും, ദേഷ്യം വരും. അങ്ങനെ ആയിരിക്കുമ്പോൾ ആ മനുഷ്യന് ക്രമേണ ഒരു മുൻകോപി എന്ന പേര് വരാൻ സാധ്യതയുണ്ട്. ഇവിടെ നമ്മൾ 3 ഭാഗങ്ങൾ ചിന്തിക്കാനിടയായി തീർന്നു. മനുഷ്യൻ്റെ പ്രവൃത്തി അവന് നാമം ഉണ്ടാക്കും. അതുപോലെ മനുഷ്യൻ്റെ കഴിവ് അവന് നാമം ഉണ്ടാക്കും. അതുപോലെ മനുഷ്യൻ്റെ സ്വഭാവം അവന് നാമം ഉണ്ടാക്കും. പെട്ടെന്ന് ദേഷ്യം വരുന്നവന് ക്രമേണ മുൻകോപി എന്ന പേര് തന്നെ വരും. അവൻ്റെ പേര് എത്ര ശാന്തനെന്നാണെങ്കിലും അവൻ്റെ സ്വഭാവം അനുസരിച്ച് അവൻ്റെ പേരിന് വ്യത്യാസം വരും. അവൻ്റെ പ്രവൃത്തി അവന് പേരുണ്ടാക്കും, അവൻ്റെ കഴിവ് അവന് പേരുണ്ടാക്കും. ഇന്നിങ്ങനെ ജീവനുള്ള വസ്തുക്കളിലായാലും നിർജീവ വസ്തുക്കളിലായാലും അത് സ്വകീയ വസ്തുക്കളിലോ ജീവികളിലോ ആയിരുന്നാൽ തന്നെയും നാമം എന്ന് പറയുന്നത് ഉരുത്തിരിഞ്ഞ് വരുന്നത് എങ്ങനെയാണെന്നുള്ള ചോദ്യത്തിന് അതിന് ഈ 3 കാര്യങ്ങളാണെന്ന് നമുക്ക് കാണാം. കഴിവ്, പ്രവൃത്തി, സ്വഭാവം. ഇത് 3 മനുഷ്യൻ്റെ പേരിന് വ്യത്യാസം വരുത്തുന്നു, അല്ലെങ്കിൽ പേരുണ്ടാക്കുന്നു. പേര് ജനിക്കുമ്പോഴേ തന്നെ മാതാപിതാക്കൾ പല ആശയോടുകൂടിയാണ് പേരിടുന്നത്. എന്നാൽ ആ ആശയിലൊന്നും അവൻ നിൽക്കണമെന്നില്ല. നാളുകൾ കഴിയുമ്പോൾ അവൻ്റെ സ്വഭാവം മറ്റൊന്നായി, അവന് വേറെ പേരായി. ഇതിനെക്കുറിച്ചാണ് സഭാപ്രസംഗിയുടെ പുസ്തകം 6-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്. ഒരു മനുഷ്യൻ എന്ത് തന്നെയായിരുന്നാലും അവൻ പണ്ടേ തന്നെ പേര് വിളിച്ചിരിക്കുന്നു, മനുഷ്യൻ എന്താകുമെന്ന് വിധിച്ചുമിരിക്കുന്നു. പണ്ടേ തന്നെ, പണ്ടെന്ന് പറഞ്ഞാൽ ഈ ലോകം സ്ഥാപിക്കുന്നതിന് മുമ്പേ തന്നെ മനുഷ്യനെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഉദ്ദേശം ദൈവം വെളിപ്പെടുത്തിയതാണ്. മനുഷ്യ വംശത്തിൻ്റെ ആദ്യത്തെ ആരംഭമാണ് ആദാം എന്ന മനുഷ്യൻ. ആദാമിൻ്റെ രക്തത്തിൽ നിന്ന് മാത്രമേ മാനവരാശി ഉണ്ടായിട്ടുള്ളൂ. മാനവരാശി യേശുക്രിസ്തു ഒഴികെ ബാക്കിയുള്ളവരെല്ലാം ആദാമിൻ്റെ രക്തത്തിൽ നിന്ന് ഉണ്ടായിട്ടുള്ള ആദാമിൻ്റെ രക്തത്തിൻ്റെ പകർച്ചയാണ്. ഈ ആദാം ഉണ്ടാകുന്നതിന് മുമ്പേ തന്നെ
ആദാമിനെ സൃഷ്ടിക്കുന്നതിന് മുമ്പേ തന്നെ മനുഷ്യൻ എന്നുള്ള ജീവിയെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഇഷ്ടം ദൈവം വെളിപ്പെടുത്തിയിട്ടുണ്ട്. നമ്മൾ പഠിക്കുന്നതനുസരിച്ച് 6 ദിവസം കൊണ്ട് ലോകത്തെ ദൈവം സൃഷ്ടിച്ചു. 7-ാം ദിവസം ദൈവം സ്വസ്ഥമായിരുന്നു. എന്നാൽ ദിവസങ്ങൾ ഉണ്ടാകുന്നതിന് മുമ്പ് ഇവിടെ എന്തായിരുന്നു അവസ്ഥ? ദിവസങ്ങൾ ഉണ്ടാകുന്നതിന് മുമ്പ് ഈ ഭൂമി ഉണ്ടായിരുന്നു. സൂര്യൻ ഉണ്ടായിരുന്നു. ചന്ദ്രൻ ഉണ്ടായിരുന്നു. അപ്പോൾ ദിവസങ്ങൾ ആരംഭിക്കുന്നു. 1-ാം ദിവസം, 2-ാം ദിവസം, 3, 4, 5, 6 ദിവസം കൊണ്ട് ദൈവം ഭൂമിയെ സൃഷ്ടിച്ചു. 7-ാം ദിവസം ദൈവം സ്വസ്ഥമായിരുന്നു. 7 ദിവസം ദൈവം ഈ ലോകത്തെ സൃഷ്ടിക്കാൻ എടുത്തുവെങ്കിൽ 7 ദിവസം 1-ാമത്തെ ദിവസം ആരംഭിക്കുന്നതിന് മുമ്പ് ഇവിടെ എന്തായിരുന്നു? ഭൂമി ഉണ്ടായിരുന്നു, സൂര്യൻ ഉണ്ടായിരുന്നു, ചന്ദ്രൻ ഉണ്ടായിരുന്നു, ചൂടുണ്ടായിരുന്നു, വെളിച്ചമുണ്ടായിരുന്നു, ഇതൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ അന്നില്ലാതിരുന്ന ഏതൊക്കെയാണ്? അന്നില്ലാതിരുന്ന കാര്യങ്ങളാണ് ദിവസങ്ങളുണ്ടായിരുന്നില്ല, സമയങ്ങളുണ്ടായിരുന്നില്ല, ഋതുക്കളുണ്ടായിരുന്നില്ല, ജീവൻ നിലനിൽക്കുന്ന ഒരു അന്തരീക്ഷം ഉണ്ടായിരുന്നില്ല, കര, അതായത് ഭൂമിയുടെ കരയുണ്ടായിരുന്നില്ല. ഭൂമി വെള്ളത്താൽ മൂടപ്പെട്ട ഒരു ഗ്രഹം മാത്രമായിരുന്നു. അങ്ങനെ ഒരു ജീവിക്ക് ജീവിക്കാൻ സാധ്യമല്ലാത്ത തരത്തിൽ ഒരവസ്ഥയായിരുന്നു ദിവസങ്ങൾ ആരംഭിക്കുന്നതിന് മുമ്പ്. എന്നാൽ ദൈവം ഇതിനെ ക്രമീകരിച്ചു കൊണ്ടുവന്ന് സൂര്യനെ, അന്നും സൂര്യനുണ്ടായിരുന്നു, സൂര്യനും ഭൂമിയുമായിട്ടുള്ള ബന്ധത്തെ ദൈവം ക്രമപ്പെടുത്തി സൂര്യൻ്റെ സ്വാധീനവും സൂര്യൻ്റെ വെളിച്ചവും ഭൂമിയിൽ വരത്തക്കവണ്ണം കർത്താവ് സ്ഥാനം നിർണയം ചെയ്തു. അങ്ങനെ ദിവസങ്ങൾ ആരംഭിച്ചു. അതുപോലെ തന്നെ കാലങ്ങളെ, ഏകദേശം മാസം ആരംഭിക്കുന്നത് 28 ദിവസമാണ്. അത് ചന്ദ്രൻ്റെ കാലനിർണയത്തിനായി അവൻ ചന്ദ്രനെ നിയമിച്ചു എന്നാണ് എഴുതിയിരിക്കുന്നത്. വീണ്ടും നമ്മൾ പഠിക്കുന്നത് വർഷങ്ങൾ. സൂര്യനെ ഭൂമി ഒരു വർഷം ഒരു പ്രാവശ്യം ചുറ്റുന്നതിനെയാണ് നമ്മൾ വർഷമെന്ന് പറയുന്നത്. അത് ക്രമപ്പെടുത്തി. മാത്രമല്ല, ഭൂമിയിലുണ്ടായിരുന്ന വെള്ളത്തെ ദൈവം ഭൂമിയുടെ 2 വശങ്ങളിലേക്കും നീക്കി. ഉത്തരധ്രുവവും ദക്ഷിണധ്രുവവും എന്ന് പറയുന്ന 2 ഭാഗത്തേക്ക് വെള്ളത്തെ നീക്കി നടുക്ക് കര കർത്താവ് തെളിച്ചു. ഈ കര തെളിച്ച കരയിൽ ദൈവം ഋതുക്കളെ സൃഷ്ടിച്ചു. 4 കാലങ്ങൾ, വസന്തം, ഹേമന്തം, ശരത്ത് മുതലായിട്ടുള്ള 4 കാലങ്ങൾ ദൈവം ഭൂമിയിൽ സൃഷ്ടിച്ചു. ഇതൊക്കെയും ദൈവം സൃഷ്ടിച്ചതിനെക്കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഋതുക്കളുണ്ടാകുന്നത്? എന്തുകൊണ്ടാണ് കാലങ്ങൾ? വേനൽ, വർഷം, മഞ്ഞ് മുതലായിട്ടുള്ള കാലവ്യത്യാസങ്ങൾ ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? ഇന്നത്തെ ശാസ്ത്രം അതിനെക്കുറിച്ച് തെളിയിച്ചിട്ടുണ്ട്. ഭൂമിയുടെ കറക്കവും ഭൂമിയുടെ ചെരിഞ്ഞുള്ള കറക്കം. നേരെ വെർട്ടിക്കലായിട്ടാണ്, ലംബമായിട്ടാണ് ഭൂമി നിന്ന് പമ്പരം പോലെ കറങ്ങുന്നതെങ്കിൽ ഇവിടെ കാലമൊന്നും ഉണ്ടാവില്ല, ഋതുക്കളുണ്ടാവില്ല, വർഷം അങ്ങനെ വ്യത്യാസം ഉണ്ടാവില്ല. അതിന് ദൈവം ചെയ്തിട്ടുള്ളതാണ് കറക്കത്തെ ക്രമീകരിച്ചതിന് ശേഷം അതിന് ഒരു ചെരിവ് കൊടുത്തു. അതുപോലെ തന്നെ ഭൂമിയുടെ അന്തരീക്ഷത്തെ ക്രമീകരണത്തിന് വേണ്ടിയിട്ട് ഉഷ്ണജലപ്രവാഹവും ശീതജലപ്രവാഹവും കൊടുക്കാനിടയായിരിക്കും. ഇങ്ങനെ ലോകത്തെ ദൈവം പുതിയതായിട്ട് സൃഷ്ടിച്ചതല്ല, ക്രമീകരിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അങ്ങനെയാണ് ഈ ലോകത്തിൻ്റെ സൃഷ്ടിയെക്കുറിച്ച് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. പുതിയതായിട്ടൊരു ഭൂമി ഉണ്ടാക്കുകയോ പുതിയതായിട്ട് ഇവിടെ എന്തെങ്കിലും ഉണ്ടാക്കുകയോ ചെയ്തിട്ടില്ല. ഉള്ളതിനെ ക്രമീകരിക്കുക മാത്രമേ ചെയ്തുള്ളൂ. അങ്ങനെയാണ് ഈ ലോകം ഉണ്ടായത്. ഈ ലോകം അങ്ങനെ ആരംഭിക്കുന്നതിന് മുമ്പേ തന്നെ മനുഷ്യൻ എന്നുള്ള സൃഷ്ടിയെക്കുറിച്ച്, സൃഷ്ടിക്കാൻ പോകുന്ന മനുഷ്യനെക്കുറിച്ച് ദൈവത്തിന് ഉദ്ദേശമുണ്ടായി. അത് ദൈവം വെളിപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ വെളിപ്പെടുത്തിയപ്പോൾ ഭൂമിയിൽ ജനിക്കാനുള്ളവരെ ആദ്യം നിർണ്ണയിക്കുക ചെയ്തിട്ടുള്ളത്.
ഇന്ന് കാണുന്ന പോലെ ഈ ലോകത്തിലുള്ളവരെ മുഴുവനും, നീ കാണുന്ന ലോകത്തെ നശിപ്പിക്കുന്ന ഈ മനുഷ്യനെ മുഴുവനും സൃഷ്ടിക്കാനൊന്നും ദൈവത്തിൻ്റെ ഉദ്ദേശം ഉണ്ടായിരുന്നില്ല. ദൈവം ലോകത്തിൽ സൃഷ്ടിക്കാനായിട്ട് ഉദ്ദേശിച്ചത് ഒന്നാമത്തത് യേശുവിനെ സൃഷ്ടിക്കാനായിട്ട്, യേശു എന്ന മനുഷ്യനെ സൃഷ്ടിക്കാനായിട്ട് ഉദ്ദേശിച്ചു. രണ്ടാമത്തത് ദൈവം തൻ്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന നീതിമാന്മാരുടെ പുസ്തകമുണ്ട്. 130 സങ്കീർത്തനം നമ്മൾ പഠിക്കുന്നത്, നിയമിക്കപ്പെട്ട നാളുകളിൽ ഒന്നുമില്ലാതിരുന്നപ്പോൾ അവയെല്ലാം നിൻ്റെ പുസ്തകത്തിൽ എഴുതിയിരുന്നു. എൻ്റെ അസ്ഥികൂടം നിനക്ക് മറവായിരുന്നില്ല. ഞാൻ പിണ്ടാകാരമായിരുന്നപ്പോൾ നിൻ്റെ കണ്ണിനെ കണ്ടു. ഇങ്ങനെ നമ്മൾ വചനത്തിൽ നമ്മൾ പഠിക്കുമ്പോൾ നമ്മളൊക്കെയും ഭൂമിയിൽ ഇന്ന് ജീവിതം ആരംഭിക്കുന്നതിന് മുമ്പ്, ആദാമിന് മുമ്പ്, ദിവസങ്ങൾ ആരംഭിക്കുന്നതിന് മുമ്പ് ക്രിസ്തു യേശുവിൽ കൂടി നമ്മെയും, അല്ലെങ്കിൽ ദൈവം മുൻകണ്ടിട്ടുള്ള ഒരു കൂട്ടം ജനത്തെയും മനുഷ്യജന്മം എടുക്കാനായിട്ട് ദൈവം നിശ്ചയിച്ച് അവരെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. ഈ പുസ്തകത്തിൽ എഴുതിയവർ മാത്രമേ ലോകത്തിൽ ജനിക്കൂ, അല്ലാത്തവരാരും ലോകത്തിൽ ജനിക്കില്ല. അപ്പോൾ അവിടെ നിന്ന് ദൈവത്തിൻ്റെ വചനം നമ്മൾ സഭാപ്രസംഗി 6:10 നമ്മൾ വായിച്ചത് പ്രകാരമാണ്, ഒരു മനുഷ്യൻ എന്തു തന്നെയായിരുന്നാലും അവന് പണ്ടേ തന്നെ പേര് വിളിച്ചിരുന്നു. ഈ ഭൂമിയിൽ ജനിച്ചു കഴിയുമ്പോൾ അവൻ എന്തായിത്തീരും, അവൻ്റെ കഴിവെന്താണ്, അവൻ്റെ പ്രവൃത്തി എന്താണ്, അവൻ്റെ സ്വഭാവം എന്താണ്, ഇത് മൂന്നും അറിയുന്ന ദൈവം. അവൻ ജനനം മുതൽ അവൻ ജനിച്ചാൽ അവൻ ഈ 3 കാര്യങ്ങൾ കൊണ്ട് അവനൊരു നാമത്തിൽ എത്തിച്ചേരും. ആ എത്തിച്ചേരുന്ന നാമം പുതിയതായിട്ടല്ല, ലോകം സ്ഥാപിക്കുന്നതിന് മുമ്പേ ദൈവം വിളിച്ചിരിക്കുന്നതാണ്. നീ ഇന്നതായിത്തീരും എന്ന് പറഞ്ഞാൽ അതായിത്തീരണം എന്ന് കർത്താവ് കൽപ്പിച്ചിരിക്കുകയല്ല. ദുഷ്ടനായിത്തീരണമെന്ന് കർത്താവ് കൽപ്പിച്ചതല്ല, പിന്നെയോ മുന്നറിവിൻ പ്രകാരം മുൻനിർണയിച്ചു എന്നുള്ളതാണ്. അതാണ് ദൈവത്തിൻ്റെ വചനം. മുന്നറിവിൻ പ്രകാരം, അതായത് ഇവൻ ലോകത്തിൽ ജനിച്ചാൽ അവന് ഇന്ന കഴിവുകളുണ്ടാകും, ആ കഴിവുകളിൽ നിന്ന് ഇന്ന പ്രവൃത്തികളുണ്ടാകും, ആ പ്രവൃത്തികളിലും കഴിവും അടിസ്ഥാനമാക്കി അവനൊരു സ്വഭാവമുണ്ടാകും. ഈ 3 കൂടി കഴിയുമ്പോൾ അവനൊരു പേരിലെത്തും. അങ്ങനെ എത്തിയതാണ് നമ്മൾ യൂദയെക്കുറിച്ച് പഠിക്കുന്നത്. യൂദയുടെ മാതാപിതാക്കൾ യൂദയ്ക്കൊരു പേരിട്ടു. അവർ സന്തോഷത്തോടു കൂടി യൂദ എന്ന് ഒരു പേരിട്ടു. ഏറ്റവും നല്ലൊരു പേര് യഹൂദ എന്ന് നമ്മൾ ഇസ്രായേലിൻ്റെ യാക്കോബിൻ്റെ മക്കളിൽ ഒരുവനായ രൂബേൻ, ശിമിയോൻ, ലേവി, യഹൂദ, 4ാമത്തെ യാക്കോബിൻ്റെ മകനായ യഹൂദ, ആ പേരിൻ്റെ മറ്റൊരു ഭാവമാണ് യൂദ. ആ പേര് തൻ്റെ മകന് യൂദയുടെ മാതാപിതാക്കൾ ഇട്ടു. വലിയ പ്രതീക്ഷയോടുകൂടിയാണ് ആ പേരെ കേട്ടത്. പക്ഷേ നമ്മൾക്കിവിടെ പഠിച്ചതുപോലെ മുന്നറിവിൻ പ്രകാരം മുന്നറിയിച്ച ദൈവം, യൂദ ആരാണെന്നറിയുന്ന ദൈവം, യൂദയ്ക്ക് ചില കഴിവുകളുണ്ട്, യൂദയ്ക്ക് ചെയ്യാനുള്ള പ്രവൃത്തികൾ എന്നതാണ്, അവന് ചില സ്വഭാവങ്ങളുണ്ട്. ആ സ്വഭാവവും കഴിവും പ്രവൃത്തിയും അനുസരിച്ച് യൂദ പ്രായമായി കഴിയുമ്പോൾ അവൻ എന്തായിത്തീരും എന്നുള്ളത് ദൈവം അറിയും. അതറിഞ്ഞൊരു പേര് അവന് പണ്ടേ തന്നെ വിളിച്ചിരിക്കും. ഒരുവൻ എന്ത് തന്നെയായിരുന്നു അവന് പണ്ടേ തന്നെ പേര് വിളിച്ചിരിക്കും. അത് പണ്ടേ വിളിച്ചിട്ടുണ്ട്. ആ പണ്ടേ വിളിച്ചിരിക്കുന്ന ആ പേര് എന്താണെന്ന് നമുക്കറിയില്ല. പേര് ജനനത്തിൽ മാതാപിതാക്കളിട്ട പേരറിയാം, യൂദ. പക്ഷെ ആ പേര് നിലനിൽക്കുന്നതല്ല. ആ പേരിനെ ദൈവം ഗണ്യമാക്കുന്നുമില്ല. അവൻ അവിടെ നിന്ന് വളർച്ച ആരംഭിച്ചു കഴിഞ്ഞപ്പോൾ അവൻ്റെ പ്രവൃത്തി എന്ന് പറയുന്നത്, അവൻ്റെ പ്രവൃത്തിയും കഴിവും സ്വഭാവവും എന്ന് പറയുന്നത് നമ്മൾ കാണുകയാണ്. അവന് കള്ളനായിരുന്നു. അവൻ ജീവിതത്തിൽ കളവാണ് അവൻ്റെ പണി. അതായത് അവൻ്റെ മുൻകാല ചരിത്രത്തെക്കുറിച്ച് നമുക്കറിയാൻ പാടില്ല. മുൻകാല ചരിത്രം എന്തായിരുന്നാലും അതിനെക്കുറിച്ച് ദൈവത്തിൻ്റെ വചനത്തിൽ ചില ഭാഗത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അവനുണ്ടാകാവുന്ന സ്വഭാവ സാധ്യതയുടെ പ്രത്യേകത ഇപ്രകാരമാണ്: എളിയവനെയും മനം തകർന്നവനെയും മരണപര്യന്തം ഉപദ്രവിക്കും. അതായത് സാധുക്കളെ, മനം തകർന്നിരിക്കുന്നവരെ, എളിയവരെ ഉപദ്രവിക്കുന്ന ഒരു സ്വഭാവമാണ്
അവൻ്റേതൊന്ന് നമുക്ക് 109 സങ്കീർത്തനത്തിൽ ഗ്രഹിക്കാം. കാരണം 109 സങ്കീർത്തനം യൂദയെക്കുറിച്ച് വിശദമായിട്ട് പഠിക്കുന്നതാണ്. അവിടെ യൂദ തൻ്റെ സ്വഭാവം കർത്താവിനെ അറിഞ്ഞിട്ടും ഉപേക്ഷിച്ചില്ല. കർത്താവിൻ്റെ അടുക്കൽ വന്നിട്ടും അവൻ്റെ പ്രവൃത്തി തുറന്നുകൊണ്ട് അവന് കിട്ടിയ ജോലി എന്ന് പറയുന്നത് കർത്താവും ശിഷ്യന്മാരും കർത്താവിൻ്റെ കൂടെ ഉള്ളവരും യാത്ര ചെയ്യുമ്പോൾ അവർക്ക് സാമ്പത്തികമായിട്ടുള്ള ചിലവുകളുണ്ട്, ആവശ്യങ്ങളുണ്ട്. അപ്പോൾ അതിന് എല്ലാവരും കൂടി ഒരു പണസഞ്ചി സൂക്ഷിക്കുന്ന ഒരാൾ വേണം. സാമ്പത്തികമായിട്ടുള്ള ആവശ്യങ്ങളുണ്ട്. തങ്ങളുടെ വസ്തുവകകൾ കൊണ്ടും തങ്ങളുടെ സമ്പത്ത് കൊണ്ടും തങ്ങളുടെ ദ്രവ്യം കൊണ്ടും തങ്ങളുടെ ശരീരം കൊണ്ടും തങ്ങളുടെ കഴിവ് കൊണ്ടും യേശുവിനെ സഹായിക്കാൻ യേശുവിനോട് കൂടെ നടന്ന ഒരു പറ്റം തന്നെ ഉണ്ടായിരുന്നു. അതിൽ തന്നെ സുവിശേഷത്തിൽ നമ്മളതിനെക്കുറിച്ച് പഠിക്കുന്നുണ്ട്. ഇവരെല്ലാവരും കൂടി യാത്ര ചെയ്ത് പോകുമ്പോൾ ഇവർക്ക് വേണ്ട ചെലവുകളെല്ലാം എല്ലാവരും അതിനുവേണ്ടി നിയമിച്ചിരിക്കുന്നത് യൂദയാണ്. യൂദ പൊതു ഖജനാവ് എന്നുള്ള നിലയിൽ യൂദയുടെ പാത്രത്തിലേക്ക് ഈ ദ്രവ്യമെല്ലാം വരും. യൂദ അതിൽ നിന്ന് എടുത്ത് പൊതുവായ ആവശ്യത്തിന് ചെലവഴിക്കും. ഇതായിരുന്നു പതിവ്. പക്ഷേ ഇതിന് വേറെ കാര്യമുണ്ട്. ഇതിൽ നിന്ന് യൂദ മോഷ്ടിക്കും, അതിൽ നിന്ന് താൻ എടുക്കും. യൂദയെ ഏൽപ്പിച്ചിരിക്കുന്ന ആ പണസഞ്ചിയിൽ നിന്നും തൻ്റെ ആവശ്യത്തിനും വ്യക്തിപരമായ താല്പര്യത്തിനും യൂദ പണം എടുക്കും. അങ്ങനെ പണം എടുക്കുന്നതോടുകൂടി അവന് ദൈവത്തിൻ്റെ വൻപെന്ന് അവൻ കള്ളൻ എന്നുള്ള പേര് അവന് വന്നു. ജനനത്തിൽ ആരാ? യൂദ എന്നാണ് പേര്. എത്രയോ നല്ല പേര്. പക്ഷേ അവൻ്റെ പ്രവൃത്തിയും സ്വഭാവവും കഴിവും അവന് കള്ളൻ എന്നുള്ള പേര് വരുത്താനിടയായിട്ട്. ചില നാളുകൾ കഴിഞ്ഞു അവൻ തൻ്റെ സ്വഭാവവുമായി ജീവിച്ചിരിക്കുന്ന സമയത്ത് ഒടുവിൽ അവൻ ദ്രവ്യാഗ്രഹം വർദ്ധിച്ച് മഹാപുരോഹിതന്മാരുടെ അടുക്കൽ ചെന്നതിന് ശേഷം അവരോട് പറഞ്ഞു, നിങ്ങൾ എനിക്ക് എന്ത് തരും? ഞാൻ അവനെ കാണിച്ചു തരാം. ആ സമയത്ത് അവൻ്റെ മനോഗതം എന്തായിരുന്നു എന്ന് നമുക്കറിയാൻ പാടില്ല. അവൻ ഏതായിരുന്നാലും ദ്രവ്യാഗ്രഹത്തിന് അടിമപ്പെട്ട ഒരനുഭവമാണ് അവിടെ നാം കാണുന്നത്. അങ്ങനെ പറയാനുണ്ടായ കാരണം അവൻ കർത്താവിനെ ഒറ്റുകൊടുത്ത് കാശ് മേടിച്ചതിന് ശേഷം കർത്താവിനെ ശിക്ഷയ്ക്ക് വിധിച്ചു എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ ആ ശിക്ഷയ്ക്ക് വിധിച്ച ആ അനുഭവം കണ്ടു കഴിഞ്ഞപ്പോൾ അവൻ അനുതപിച്ച് മഹാപുരോഹിതൻ്റെ അടുക്കൽ ചെന്നു. ഞാൻ കുറ്റമില്ലാത്ത രക്തത്തെ കാണിച്ചു കൊടുത്തു എന്ന് അനുതപിക്കാനിടയായിരുന്നു. എന്നാൽ അവൻ അനുതാപത്തിന് അവൻ അവസരം കിട്ടിയില്ല. അവൻ നശിച്ചു പോകാനിടയായിരുന്നു. അവിടെ വചനത്തിൽ നമ്മൾ പഠിക്കുന്നത് അവൻ ഒറ്റുകാരൻ എന്നുള്ള നില പേര് സമ്പാദിച്ചു. അവൻ്റെ പ്രവൃത്തി കൊണ്ട് അവൻ കർത്താവിനെ ഒറ്റുകൊടുത്തവൻ എന്നുള്ള പേര് സമ്പാദിച്ചിടയായിരുന്നു. അപ്പോൾ അവൻ ജനനത്തിങ്കൽ മാതാപിതാക്കളുടെ പേര് യൂദ. അവൻ്റെ ജീവിതം കൊണ്ട് അവൻ കള്ളൻ എന്നുള്ള പേര് സമ്പാദിച്ചു. വീണ്ടും ഒടുവിലിതാ കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ വന്നപ്പോൾ അവൻ ആയിത്തീർന്നു ആരായിട്ടാണ്? കർത്താവിനെ ഒറ്റുകൊടുക്കുന്നവൻ ബിട്രയർ എന്ന് വചനത്തിൽ പറഞ്ഞിരിക്കുന്നു. അവൻ ഒറ്റുകാരനായിത്തീർന്നു. എന്നാൽ ഇതെല്ലാം കൂട്ടിയതിന് ശേഷം അവൻ അവസാനം കെട്ടി ഞാൻ ചത്തുകളഞ്ഞു. ദൈവത്തിൻ്റെ വചനത്തിൽ അവനെക്കുറിച്ച് വിളിച്ച പേരെഴുതിയിരിക്കുന്നു, ദ്രോഹിയായിത്തീർന്ന യൂദ. യഥാർത്ഥത്തിൽ അവൻ ആരായിത്തീരും എന്നുള്ളത് മുമ്പ് തന്നെ വിളിച്ചിരിക്കുന്നതാണ് എന്ന് പണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലോകം നമ്മൾ ചിന്തിച്ചതുപോലെ ലോകം ആരംഭിക്കുന്നതിന് മുമ്പ്, മാനവരാശി ആരംഭിക്കുന്നതിന് മുമ്പ്, ദിവസങ്ങൾ ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ അവൻ ആരായിത്തീരുമെന്നുള്ളത് നിർണയിച്ചിരിക്കുന്നതാണ്. അത് മുന്നറിവിന് പ്രകാരം ദൈവം നിശ്ചയിച്ചിരിക്കുന്നതാണ്. അവൻ ആ നിലയിൽ തന്നെ എത്തും. അവൻ്റെ പേര് ദ്രോഹി എന്നാണ്. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ പഠിക്കുന്നത് ഏത് മനുഷ്യനും ഏത് ശക്തിയും ഇനി നിർജീവമായ വസ്തുക്കൾ പോലും അതിൻ്റെ സ്വഭാവമുണ്ട്, അതിന് കഴിവുണ്ട്, അതിൻ്റേതായ പ്രവർത്തനമുണ്ട്. അതിനാൽ അതിന് പേര് വീഴും. ഒരു സ്ഥലത്ത് ഒരു കഷ്ണം കല്ല് കിടക്കും. ആ കല്ല് എടുക്കാനായിട്ട് ചെന്ന് എടുക്കുന്നത് എന്താണ്? കല്ല്. എടുത്തു നോക്കിയപ്പോൾ ഇത് കല്ലല്ല, ഇരുമ്പ് പോലെ ഇരിക്കുന്നു. നല്ല ബലമുള്ളൊരു വസ്തു. കൊണ്ടുപോയി കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്നു.
അവിടെ ഇവിടെ തട്ടി നോക്കി, പൊടിയൊക്കെ കളഞ്ഞ് ഒന്നോടെ നോക്കി കഴിഞ്ഞപ്പോഴേക്കും ഇരുമ്പിൻ്റെ ബലമുണ്ട്. സൂക്ഷ്മമായി പരിശോധിച്ച് അതിനെ കൊണ്ടുപോയി വൃത്തിയാക്കിയപ്പോഴാണ് മനസ്സിലാകുന്നത് ഇരുമ്പാണ്. അത് ഇരുമ്പ് തന്നെയാണ്. അപ്പോൾ ആദ്യം കല്ലാണെന്ന് കണ്ടു, അതിൻ്റെ പൊതു ഭാവത്തിൽ കല്ലാണെന്ന് കണ്ടു. അത് കഴിഞ്ഞതിന് ശേഷം മാറ്റിയപ്പോൾ ഇരുമ്പ് പോലെ ബലമുള്ളതാണെന്ന് കണ്ടു. പിന്നെയും അത് ഒന്നോടെ നോക്കിയപ്പോൾ അത് ഇരുമ്പാണ്. അതാണ് യഥാർത്ഥത്തിൽ അതിൻ്റെ പേര്. അതാണ് അത് അതിൻ്റെ സ്വഭാവം. ഈ ഇരുമ്പെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഇരുമ്പിൻ്റെ സ്വഭാവമുണ്ട്. അതിനകത്ത് പറഞ്ഞിരിക്കുന്ന ഇരുമ്പിൻ്റെ സ്വഭാവം എന്ന് പറയുന്നത് സകലത്തെയും തകർക്കുന്ന സ്വഭാവമാണ് ഇരുമ്പിനുള്ളത്. അതുകൊണ്ടാണ് ഇരുമ്പിന്. അപ്പോൾ അതായത് നമ്മൾ ഇവിടെ പഠിക്കുന്നത് ഏത് ജീവനുള്ള വസ്തുക്കൾക്കും ജീവനുള്ള ജീവികൾക്കും നിർജീവ വസ്തുക്കൾക്കും പക്ഷിമൃഗാദികൾക്കും ജീവജല ജന്തുക്കൾക്കൊക്കെയും അതിൻ്റേതായ ഒരു സ്വഭാവമുണ്ട്, അതിൻ്റേതായ ഒരു പ്രവൃത്തിയുണ്ട്, അതിൻ്റേതായ ഒരു കഴിവുണ്ട്. ആ 3 കാര്യങ്ങൾക്ക് അനുസരിച്ച് അതിന് ഒരു പേരുമുണ്ട്. ആ പേര്, യഥാർത്ഥ പേരെന്ന് പറയുന്നത് ഈ 3 കാര്യങ്ങളെ ആസ്പദമാക്കിയിട്ടായിരിക്കും. ഏതൊക്കെ? പ്രവൃത്തി, കഴിവ്, സ്വഭാവം എന്നീ 3 കാര്യങ്ങളെ ആധാരമാക്കിയിട്ടാണ് ആ വസ്തുവിന് അല്ലെങ്കിൽ ആ ജീവിക്ക് ആ പേര് വരുന്നത്. ഇത് മനുഷ്യനെ സംബന്ധിച്ച് മാത്രമല്ല. സങ്കീർത്തനത്തിൽ എഴുതിയിരിക്കുന്നത് ആകാശത്തിലെ നക്ഷത്രങ്ങളെ നമുക്ക് എണ്ണാൻ സാധിക്കില്ല. ഒരു മനുഷ്യന് അസാധ്യമാണ്. ഒരു വശത്ത് നിന്ന് എണ്ണിക്കഴിഞ്ഞാൽ അപ്പോഴത്തേക്കും തീർന്നു പോകും. ഇനി നക്ഷത്രങ്ങൾ കുറവ് വെളിപ്പെട്ട നാളുകളിലാണെങ്കിൽ തന്നെയും നമ്മൾ ഒന്ന് എണ്ണി തിരിച്ചു വരുത്തിയും വേറുന്നു. ഇത്രമാത്രം അസംഖ്യമായിരിക്കുന്ന കടൽപ്പുറത്തെ മണൽ പോലെ എന്ന് പറയത്തക്കവണ്ണമുള്ള അത്ര എണ്ണമറ്റ സംഖ്യയുള്ള ഈ നക്ഷത്രരാശികൾക്കൊക്കെയും ഒരു പേരുണ്ട്. ദൈവം അതിന് പേരിട്ടിരിക്കുന്നതാണ്. അപ്പോൾ നമുക്കതിൽ നിന്നൊരു കാര്യം പറയാം. പേരുണ്ടെങ്കിൽ നിശ്ചയം അതിനൊരു സ്വഭാവമുണ്ട്. പേരുണ്ടെങ്കിൽ നിശ്ചയം അതിനൊരു കഴിവുണ്ട്, അതിൻ്റേതായ ഒരു പ്രവൃത്തിയുണ്ട്. അതുകൊണ്ട് ദൈവം ഈ നക്ഷത്രങ്ങൾക്കൊക്കെയും പേര് വിളിച്ചിരിക്കുന്നു പറയുമ്പോൾ ദൈവം നക്ഷത്രങ്ങൾക്ക് മാത്രമല്ല സകലർക്കും പേര് കൊടുത്തു. ഇവിടെ ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മൾ പഠിക്കുന്നതനുസരിച്ച് എങ്ങനെ നാമം ഉളവാകുന്നു എന്ന് കാണുമ്പോൾ നാമത്തിൽ നിന്ന് സ്വഭാവമല്ല, സ്വഭാവത്തിൽ നിന്നാണ് നാമം ഉളവായത്. നാമത്തിൽ നിന്ന് സ്വഭാവം ഉളവാകുവാൻ ദൈവം ചില വ്യവസ്ഥകൾക്കുണ്ട്. അത് നമുക്ക് തുടർന്നുള്ള പഠനങ്ങളിൽ പഠിക്കാം. ഇന്ന് നമുക്ക് ഈ കാര്യത്തിൽ കുറയ്ക്കാം. നാമം എങ്ങനെ ഉളവായി വരുന്നു? നാം നമ്മുടെ ജീവിതത്തിലേക്ക് തന്നെ പരിശോധിക്കുമ്പോൾ ഒരു മനുഷ്യൻ രാവിലെ ആ മനുഷ്യൻ്റെ പേര് പീറ്റർ എന്നാകട്ടെ, വീട്ടിൽ വരുവാണ്. പേരെന്താണ്? പീറ്റർ എന്നാണ് പേര്. അടുത്ത ദിവസം മുതൽ അദ്ദേഹം പേപ്പറും കൊണ്ട് വരാൻ തുടങ്ങി. രാവിലെ 7 മണിക്ക് പേപ്പർ കൊണ്ടുവന്നിട്ട് പോകും. 1 മാസം കഴിഞ്ഞു, 2 മാസം കഴിഞ്ഞു. പീറ്റർ ആ പേരിന് വേറൊരു വിശേഷണം കൂടി വന്നു, പേപ്പറുകാരൻ. അങ്ങനെ മനുഷ്യൻ്റെ പ്രവൃത്തിയും മനുഷ്യൻ്റെ സ്വഭാവവും മനുഷ്യൻ്റെ കഴിവും അവൻ്റെ പേരിന് വ്യത്യാസം വരുത്തുന്നു, അല്ലെങ്കിൽ അവന് പുതിയ പേരുണ്ടാകും. കർത്താവിന്റെ സ്തോത്രം. ഇത് കർത്താവിൻ്റെ നാമത്തെക്കുറിച്ചുള്ള പഠനത്തിൻ്റെ ആരംഭമായിട്ട് നമുക്ക് ഗ്രഹിക്കാം. ദൈവത്തിൻ്റെ വചനപ്രകാരം നമ്മൾ പഠിക്കുന്നത് പേരിൻ്റെ ആരംഭം എന്ന് പറയുന്നത് കഴിവാണ്, സ്വഭാവമാണ്, പ്രവൃത്തിയാണ്.